ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ ആണ്. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞാൻ നേരെ സിനിമ കാണാൻ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ ഇപ്പം നൈറ്റ് പാർക്കിൽ വന്നേക്കുവാണ്. രാത്രിയൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. ഇന്നിപ്പം മഴയായതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ഇനി ഞാൻ നേരെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു കൊച്ചു ടെൻറ്റ് കാണിച്ചു തരാവേ. അതിൻ്റെ ഇൻസൈഡിലുള്ള എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ബൈ. ശ്രദ്ധ അവിടെ ഭയങ്കര പോസിങ് ഒക്കെ നിങ്ങൾക്ക് കാണാവേ. ഞാൻ ഏതാണ്ട് ഫോട്ടോ പിടിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് ശ്രദ്ധ ഭയങ്കര പോസിങ് ആണ്. പക്ഷേ പിന്നീട് അറിയുന്നത് ഞാൻ വീഡിയോ എടുക്കുമെന്ന് ചമ്മിപ്പോയി പുള്ളിക്കാരി. ഓക്കെ, ഞാൻ ഈ പാർക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. പണ്ട് ഇവിടെ വെറുതെ കിടന്നൊരു പാർക്കാണ്, ആരും വരത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ നൈറ്റ് പാർക്ക് വന്നേ പിന്നെ നല്ല തിരക്കുള്ളൊരു ഏരിയയാണ്. ഇന്ന് പക്ഷേ നല്ല മഴ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല ആൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ പാർക്കിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രദ്ധയ്ക്ക് ഐസ്ക്രീം വേണം. ഞാൻ ഐസ്ക്രീം മേടിച്ചു കൊടുത്തിട്ട് ഫലൂദ മേടിച്ചു. ശ്രദ്ധ കുറച്ച് കഴിച്ചു. ശ്രദ്ധയ്ക്ക് പനിയായിട്ട് കുറച്ചേ കഴിച്ചോളൂ. അവിടുത്തെ എല്ലാ ഐറ്റത്തിലും ശ്രദ്ധയ്ക്ക് കയറണം. വയ്യാത്ത പണിയെ ശ്രദ്ധ ചെയ്യാൻ പോകത്തുള്ളൂ. 2 കാലം വെച്ച് അതിൽ വർക്ക് ചെയ്യേണ്ടടുത്ത് ശ്രദ്ധ 1 കാല് വെച്ച് വർക്ക് ചെയ്യും. ചുമ്മാ നിന്ന് കറങ്ങും, എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യും. പിന്നെ ഒരു രസമില്ലേ, ഈ ആകെ കിട്ടുന്ന സൺഡേ അവർക്ക് ആകെയുള്ളൊരു എൻജോയ്മെൻറ്റ് ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുന്നതാണ്. ബീച്ചിൽ പോകണം എന്നാണ് പറഞ്ഞിരുന്നത്. ബീച്ചിൽ പിന്നെ നെക്സ്റ്റ് വീക്കിലേക്ക് മാറ്റി. ബീച്ചാണ് ശ്രദ്ധയ്ക്ക് ഇഷ്ടം. ബീച്ചിൽ പോയി കഴിഞ്ഞാൽ കാല് നനയ്ക്കണം. പക്ഷേ ഇപ്പം ബീച്ച് ഒരുപാട് അങ്ങ് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും അങ്ങോട്ട് ഇറക്കുന്നില്ല. അവിടെ കയറൊക്കെ കെട്ടിയിട്ടേക്കുക. പിന്നെ ഇവിടെ നല്ല നല്ല ഭംഗിയല്ലേ കാണാൻ. സാധാരണ നല്ല തിരക്കാണ് കേട്ടോ. ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് നമുക്ക് വരാനും പറ്റി. അല്ലെങ്കിൽ ഇവിടുത്തെ തിരക്ക് കാരണം നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറാൻ പോലും തോന്നില്ല കേട്ടോ. ഭയങ്കര തിരക്കാണ്. ആദ്യം പണി നടക്കുന്ന സമയം തൊട്ടുതന്നെ ഇവിടെ നല്ല തിരക്കാണ്. പിന്നെ കുട്ടികളുടെ ഒരു എൻജോയ്മെൻറ്റിനും എപ്പോഴും ഈ പഠിത്തം മാത്രമല്ലല്ലോ. അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ പുറത്തോട്ടൊക്കെ പോകുന്നതാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ അങ്ങനെയാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ വീടെത്തി. അപ്പം ഞങ്ങൾ നേരത്തെ നൈറ്റ് പാർട്ടി വെച്ച് പറഞ്ഞായിരുന്നു. വീട്ടിൽ വന്നിട്ട് എൻ്റെ ഹോം കാണിച്ചു തരായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ ഹോം. ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് എൻ്റെ അമ്മ തന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ടോയ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വീട്ടിലോട്ട് കയറാം. ഇതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി ടോയ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് ഞാൻ കാണിച്ചത്. ആദ്യമേ തന്നെ ഞാൻ ഇതാണ് വെക്കാൻ പോകുന്നത്. ഇത് എൻ്റെ കയ്യിലുള്ളത് ഒരു യൂണിക്കോൺ ആണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ചുമ്മാ ഒരു പിങ്ക് ഐഡി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം, കാരണം ഇതിങ്ങനെ കാറ്റടിക്കുമ്പോൾ പറന്ന് മുമ്പെടുത്ത് കുത്തി വയ്ക്കുന്നു. അടുത്തത് ഈ ഒരു പില്ലോ ആട്ടോ. ഇത് നമ്മൾ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇവിടെയൊക്കെ ലൈറ്റ് ഒക്കെ കത്തും. എൻ്റെ റിമോട്ട് ആട്ടോ ഇത്. ഓക്കെ, ഞാൻ അടുത്ത ഗിഫ്റ്റ് എടുക്കുവാണ്. ഇത് എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് ആട്ടോ. ഇത് ഒരു ആനക്കുട്ടി ആട്ടോ. അതെ, വാലൊക്കെ വെച്ചിട്ടുള്ളൊരു ആനക്കുട്ടി, ചെറിയ വാല്. പിന്നെ ഇതൊരു പൂച്ചയാട്ടോ, കിടന്നുറങ്ങുന്ന പൂച്ചയാണ്. ഇതിന്റെ സൗണ്ടൊക്കെ കത്തിക്കാൻ കാണിച്ചു തരാം. ഇത് ഒരു കുട്ടി ബൊമ്മയാണ്. ഇങ്ങനെ ഇവിടെ എവിടെയെങ്കിലും തൂക്കിയിടാനേ. പിന്നെ ഞാൻ ചുമ്മാ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് 2 പേപ്പർ ഗ്ലാസും ഒരു വെള്ളവും എടുത്ത് വെച്ചു. ഈ ഒരു ടെൻറ്റ് കിട്ടിയ മുതൽ ഞാൻ ഇതിലാണ് ഫുഡ് കഴിക്കുന്നത്. ഇതിലിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഇതിലാണ് കിടന്നുറങ്ങുന്നത്. ഒക്കെ ഞാൻ ഇതിലാട്ടോ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഹോംവർക്ക് എഴുതാനുണ്ടെങ്കിൽ ഞാൻ ഇതിലിരുന്നാട്ടോ എഴുതുന്നേക്കാം ഹോംവർക്കൊക്കെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരെയും ചാനലിൽ ഇപ്പോഴാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.